മണലിപ്പുഴയിലെ മടവാക്കര കാച്ചക്കടവിൽ ഒഴുകിപ്പോയ കാർ കണ്ടെത്താൻ തിരച്ചിൽ ആരംഭിച്ചു. ഫയർഫോഴ്സും സ്കൂബ ടീമും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. ശക്തമായ ഒഴുക്കുള്ളതിനാൽ തിരച്ചിലിന് തടസ്സം നേരിടുന്നുണ്ട്. ബുധനാഴ്ച പുലർച്ചെയാണ് ചാവക്കാട് മന്നലാംകുന്ന് സ്വദേശി സിനാൻ ഓടിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് പതിച്ചത്. കാറിന്റെ മുൻവശത്തെ ഡോറിന്റെ ചില്ല് താഴ്ത്തിയിട്ടതുമൂലം പുഴയിലേക്ക് മറിഞ്ഞയുടനെ സിനാൻ ചാടി രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ വണ്ടി കൺട്രോൾ പോയിട്ട് ഈ പുഴയ്ക്ക് ജസ്റ്റ് വേണം നല്ല ഒഴുക്കുണ്ടായിരുന്നു വെള്ളത്തിന്. അതിൽ വണ്ടി ഒഴുകി പോകുന്നുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റി. ആലുവയിലെ കോളേജിൽ LLBക്ക് പഠിക്കുന്ന സിനാൻ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. വളവുള്ള ഭാഗത്ത് നിയന്ത്രണം വിട്ട കാർ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. പുറകിൽ വന്ന കാർ യാത്രക്കാർ സമീപത്തെ വീട്ടിൽ നിന്ന് കയർ കൊണ്ടുവന്ന് കെട്ടിവലിക്കാൻ ശ്രമിച്ചെങ്കിലും കാർ ഒഴുകിപ്പോവുകയായിരുന്നു. സമീപവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് വാർഡ് മെമ്പർ ശ്രീനാഥ് സ്ഥലത്തെത്തിയാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. ഇന്നലെ രാത്രി 1 മണിക്കാണ് ഒരു മലപ്പുറത്ത് നിന്ന് വന്നിരുന്ന ഒരു പയ്യൻ ആലുവയിലേക്ക് പോയിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് അവൻ്റെ കയ്യിൽ നിന്ന് വണ്ടി കൺട്രോൾ പോയി പുഴയിലേക്ക് പോയി. അവിടെ നിന്ന് അപ്പോഴേക്കും വഴിയിലൂടെ വന്നൊരു കാറുകാരൻ കണ്ട് സഹായിച്ച് അവൻ കാറിൽ നിന്ന് പുറത്തിറങ്ങി. പക്ഷേ കാറ് വെള്ളത്തിലൂടെ ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഫയർഫോഴ്സ് വന്നു, പോലീസ് വന്നു. അങ്ങനെ ഇവിടെ അതിനകത്തുള്ളൊരു ബൈജു എന്ന് പറഞ്ഞ ചേട്ടൻ, നമ്മുടെ സുഹൃത്താണ്, അദ്ദേഹം എന്നെ വിളിച്ചു വരുത്തി. ഞാൻ അവിടുത്തെ വാർഡ് മെമ്പർ കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കി. അവന് പരിക്കുള്ളിൽ രക്ഷപ്പെട്ടു. പക്ഷേ വണ്ടി അങ്ങോട്ട് ഒഴുക്കിൽ പോയി. ഒരു 100 മീറ്റർ അപ്പുറത്ത് വരെ വണ്ടി പോകുന്നതായിട്ട് കണ്ടു. അതിനുശേഷം വണ്ടി താന്നു പോയി. ഇപ്പോൾ ഇന്ന് ഫയർഫോഴ്സും അതിൻ്റെ സ്കൂബ ടീമും വന്നിട്ടുണ്ട്. അവർ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുഴയിൽ നല്ല ഒഴുക്കുണ്ട്. ഒഴുക്കുള്ളത് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടെങ്കിൽ തെരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുഴയിൽ ശക്തമായ ഒഴുക്കുള്ളതിനാൽ കാർ കൂടുതൽ ദൂരത്തേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത്. പുതുക്കാട് പോലീസും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്.